ഡോക്ടർ ഓപ്പറേഷൻ ചെയ്ത് പോയിട്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞിരിക്കുകയാണ്. ഡോക്ടറെ കാണുമ്പോൾ ഒക്കെ ചീത്ത പറയലേ. ഡോക്ടർ പറയൂ എന്നാൽ ചീത്ത പറഞ്ഞു വയ്യൊക്കെ നോക്കിപ്പോൾ. 5-10 വർഷമായി കാലം കൊണ്ട് കാല് വളവ് വന്നിക്കേനു. അങ്ങനെ ഞാൻ അതിലൊരു ഗല് വീണ്. അപ്പോൾ കാലിൻ്റെ പുറകിൽ ഇവിടുന്ന് ഒരു എല്ല് നീങ്ങിപ്പോയി. അങ്ങനെ ഒരു 3 മാസത്തോളം റെസ്റ്റ് ചെയ്ത് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നിട്ട് അങ്ങനെ എൻ്റെ രണ്ടാമത്തെ മകൻ കൂട്ടിയിട്ട് ഇയാൾക്ക് കാണിക്കാൻ പോയി. അപ്പോൾ ഇയാൾ പറഞ്ഞ് കാല് തേച്ചും വളഞ്ഞിക്ക് ഇത് എക്സ്റേ എടുത്ത് നോക്കുകയും ചെയ്ത് അയാൾ ഫോണിൻ്റെ അകത്ത് ഫോട്ടോ എടുത്തിട്ട് കാണിച്ച്. അപ്പം പറഞ്ഞ് ഇത് ഓപ്പറേഷൻ ചെയ്തിട്ട് രണ്ടും മാറ്റി വെക്കണം, രണ്ടും ഒന്നായിട്ട് മാറ്റുന്നോന്ന് ചോദിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞ് ഇപ്പം മാറ്റണം. അന്നേരം ഡോക്ടർ പറഞ്ഞ് എന്തിനാ ഉമ്മ ഇങ്ങനെ വെക്കുന്നത്, പെട്ടെന്ന് മാറ്റലല്ലേ നല്ലത്, തേച്ചും വളഞ്ഞ് പോയിക്ക് എന്നും തെന്നി വീഴലാണ്ടാവുമെന്ന് പറഞ്ഞ്. അപ്പോൾ രണ്ടും മുട്ട് ഓപ്പറേഷൻ ഒന്നായിട്ട് ചെയ്തു. പിന്നെ എല്ലാ ടെസ്റ്റും നടത്തണമെന്ന് പറഞ്ഞ് അങ്ങനെ അതെല്ലാം ചെയ്ത് അങ്ങനെ രാത്രി 11 മണിക്ക് തിരിച്ച് വീട്ടിലെത്തിയിട്ട് പിന്നെ പെട്ടെന്ന് തീരുമാനിച്ചു പോകാൻ. വേറെ കുറേ ഡോക്ടറെ കാണിച്ചിക്ക്. എല്ലാവരും പറഞ്ഞത് തന്നെയാണ് ചില മാറ്റി വെച്ച് സ്റ്റീൽ വെക്കണമെന്ന്. അപ്പോൾ ഡോക്ടറെ കാണിക്കാൻ പോയ കൂട്ടത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഡോക്ടർ ആസിൽ ഡോക്ടറെ ഇഷ്ടപ്പെട്ടേനു. അപ്പം പിന്നെ അവർ എന്നെ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു. നൂർജാൻത എന്നെ കാണാൻ വന്നപ്പോൾ ഭയങ്കര വിഷമത്തിലായിരുന്നു. നടക്കാൻ പറ്റുന്നില്ല, സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല, ഒന്നും കാല് വളഞ്ഞ് നടന്ന് വൈകുന്നേരങ്ങളാവുമ്പോൾ മുട്ടിൻ്റെ ഉള്ളിൽ നിന്ന് കുത്തിപ്പറിച്ച് ഉറക്കം വരുന്നില്ല എന്നുള്ള കംപ്ലയിൻസ് ആയിരുന്നു. ധൈര്യം, ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല അത് ചെയ്താൽ എന്താവും എന്നുള്ള. അവസാനം കുറേ സംസാരിച്ച് നൂർജാൻത സർജറിക്ക് തയ്യാറായി. ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ എന്നെ ചീത്ത വിളിക്കുമായിരുന്നു, എന്തിനാ ഡോക്ടറെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചെന്നെല്ലാം പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പോൾ 3 മാസങ്ങൾക്ക് ശേഷം പറകൊടന്ന ഡോക്ടറെ എന്ന് പറഞ്ഞ് ഫോൺ വിളിക്കാറുണ്ട് എപ്പോഴും. ആ വിളി കേൾക്കുമ്പോഴേ എനിക്ക് സന്തോഷമാണ്. ബിക്കോസ് ഷീ ഈസ് സോ ഹാപ്പി. അതുപോലെ ഇടയ്ക്ക് മോനെ കാണിക്കാണ്ട് ഡോക്ടറെ, എപ്പോഴാണ് വരണ്ടേ എന്ന് പറഞ്ഞ് ആ സന്തോഷത്തോടെയും അധികാരത്തോടു കൂടെയും നൂർജാൻതേൻ്റെ കോൾ വരുമ്പോൾ എനിക്ക് റിയലി ഐ ഫീൽ പ്രൗഡ് ആൻഡ് ഹാപ്പി. അവർ കൈ പിടിച്ച് നടത്തും, സിസ്റ്റർ വരൂ, ഡോക്ടർ വരൂ, എല്ലാവരും കൂടി പിടിച്ച് കട്ടുമ്പോൾ തായർക്കും തന്നെ നടക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരിറക്കി നടത്തി മുകളിലെ സ്റ്റെപ്പ് കയറണം എന്നിട്ട് 2 സ്റ്റെപ്പ് കയറ്റി ഹോസ്പിറ്റലിൽ. പിന്നെ അങ്ങനെ പറഞ്ഞു ഇനി എനിക്ക് കയറാൻ പറ്റൂല എന്ന് തന്നെ. ഞാൻ ഇപ്പം കയറിയില്ല, ഇനി രക്ഷപ്പെട്ട് ഇനി വീട്ടിൽ പോയിട്ട് കയറി വെക്കണമെന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ഡോക്ടറെ കുറേയൊക്കെ പറഞ്ഞിക്ക്. പിന്നീട് എനിക്ക് ഇപ്പം നല്ല സുഖമാണ്, നല്ല റായത്താ, ഒന്നും കുഴപ്പമില്ല. 1 മാസം വരെ ബുദ്ധിമുട്ടിക്ക് മറ്റു ചെയ്യുന്നു. ഇപ്പം നല്ല റായത്താ, നല്ല ഡോക്ടറാ. എൻ്റെ കാലിൻ്റെ വളവെല്ലാം പോക്കിക്ക് നല്ല ഡോക്ടറാണ്, നല്ല അഭിപ്രായം.